എല്ലാവരെയും കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മുടെ ദൈവവചന പഠനത്തെ, എല്ലാ വെനസ്ഡേയും നടക്കുന്ന ദൈവവചന പഠനത്തെ നമുക്കത് റെക്കോർഡ് ചെയ്യുവാനും അത് പല രീതികളിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ദൈവം സഹായിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായമാണ്, ഹീബ്രൂസ് ചാപ്റ്റർ 4. കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലും പഠിച്ച ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് പഠിക്കുവാനും അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും ദൈവം എന്നെയും ആ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 1 to 13 ആ അധ്യായത്തിൽ കുറച്ച് വാക്യങ്ങളൂടെ ബാക്കിയുണ്ട് എങ്കിലും ഈ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എടുക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളിന്ന് പഠിക്കുമ്പോൾ 1 മുതൽ 13 വരെയുള്ള വേദവാക്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മളപ്പം ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചതായ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റിക്ക് നമുക്കത് അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, യേശുക്രിസ്തു സകലരിലും വലിയവൻ എന്ന ഒരു പ്രബന്ധമാണ് ഈ പുസ്തകത്തിൽ അവതരിക്കുന്നത്. യേശുക്രിസ്തു സകലരും വലിയവൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു അവൻ മോശയിലും വലിയവനാണ്. അപ്പം മോശയിലും വലിയവനാണ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ഇസ്രായേൽ മക്കളെയുള്ള ബന്ധത്തിൽ മോശ അവരുടെ ലോ ഗിവറാണ്. അവർക്ക് നിയമം ലഭിച്ചത് മോശ മുഖാന്തരമാണ്. അപ്പം പെട്ടെന്ന് 1-2 വാക്കുകളിൽ യേശുക്രിസ്തുവാണ് മോശയേക്കാൾ വലിയവനെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ റീഡേഴ്സിന് അല്ലെങ്കിൽ ശ്രോതാക്കളിൽ സംശയങ്ങളുണ്ടാകും. അതുകൊണ്ട് അവരുടെ സംശയങ്ങളെല്ലാം നീൽക്കുവാനായി പല കാര്യങ്ങളും പല ഘടകങ്ങളെ ഇവിടെ ഈ അധ്യായത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ഒരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞ് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാണിംഗ് നൽകുകയാണ്. അതേ കാര്യമാണ് പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് കാണാൻ കഴിയുന്നു. അത് മോശയെ പറ്റി പറയുമ്പോഴും പ്രവാചകന്മാരെ പറ്റി പറയുമ്പോഴും ദൂതന്മാരെ പറ്റി പറയുമ്പോഴും ഇനിയുമുള്ള മൽക്കീസദേക്കിനെ പറ്റിയാകട്ടെ, പുരോഹിതന്മാരെ പറ്റിയാകട്ടെ, മഹാപുരോഹിതന്മാരെ പറ്റിയാകട്ടെ, ദൈവം അവർക്ക് നൽകിയതായ നിയമവ്യവസ്ഥകളെ പറ്റിയുള്ളതാകട്ടെ, ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ ഒരു വാണിംഗ് കൊടുക്കുന്നു. ഈ അധ്യായവും ഒരു വാണിംഗ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തുകൊണ്ട് യേശു മോശയേക്കാൾ വലിയവനാകുന്നു. പ്രത്യേകിച്ച് ഈ അധ്യായത്തിൻ്റെ പ്രബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ്, സ്വസ്ഥത എന്നുള്ളതാണ്. മോശയെ ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായി തെരഞ്ഞെടുത്തത് തന്നെ അവർക്കൊരു കനാൻ റെസ്റ്റ് കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. സ്വന്തമല്ലാത്തൊരു രാജ്യത്ത് നിന്ന്, മിസ്രൈമിൽ നിന്ന്, അല്ലെങ്കിൽ ഗോശൻ ദേശത്ത് അവർ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മിസ്രൈമിലേക്ക് കടന്നുപോയി യോസഫിൻ്റെ ലീഡർഷിപ്പിൽ അവിടെ ആദ്യത്തെ കുറച്ച് നാളുകൾ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് അവർ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി. ദീർഘമായ 430 വർഷക്കാലം അവർ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. അവരുടെ തലമുറകളെ പിന്നീട് അവിടെ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് നൽകാം എന്നൊരു വാഗ്ദത്തത്തോട് കൂടെ കൊണ്ടിരുന്ന ലീഡറാണ് മോശ. എന്നാൽ നമ്മൾ കാണുന്നു മോശയ്ക്ക്
ആ ജനവുമായി വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ അവസാനം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇപ്പം നമ്മൾ 3-ാം അധ്യായത്തിൽ കണ്ടത് 2 ഘടകങ്ങളാണ് അവർക്ക് വാഗ്ദത്ത കനാനിലേക്ക് കടക്കുവാൻ തടസ്സമായി തീർന്നത്. ഒന്ന് അവിശ്വാസമാണ്, 2 അനുസരണക്കേടാണ്. അനുസരണത്തെ പറ്റിയും അനുസരണക്കേടിനെ പറ്റിയും അവിശ്വാസത്തെ പറ്റിയും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഈ ജനത്തെ മോശയ്ക്കല്ല വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. മോശയ്ക്ക് ശേഷം വന്ന യോശുവ എന്ന ഒരു ലീഡറിലൂടെയാണ് ഈ ജനത്തെ ദൈവം വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോയത്. ഇനി നമുക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ശുശ്രൂഷയിൽ അനുഗ്രഹമായിരിക്കും. ചാപ്റ്റർ 4 വേഴ്സസ് 1-3. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. മതി സിസ്റ്റർ, താങ്ക് യു. നമ്മളിവിടെ കാണുകയാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. എന്താണ് ഈ സ്വസ്ഥത, അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് റെസ്റ്റ്? എന്താണ് ഈ റെസ്റ്റ്? ആ നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മുഴുവൻ നമ്മൾ കാണുന്നത് ഈ സ്വസ്ഥതയെ പറ്റിയാണ്. ഇവിടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ സ്വസ്ഥതയെ പറ്റി ഉള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയ സ്വസ്ഥത, അല്ലെങ്കിൽ ദൈവം വിളിച്ചു മോശയെ അസ്വസ്ഥത നൽകുവാൻ. മോശയ്ക്ക് അത് സാധിച്ചില്ല. യോശുവയിലൂടെ അവർക്ക് അസ്വസ്ഥത നൽകുന്നു. എന്നിട്ട് വളരെ വേഗത്തിൽ എഴുത്തുകാരൻ വീണ്ടും മുമ്പോട്ട് ചെന്ന് മറ്റൊരു സ്വസ്ഥതയെപ്പറ്റി പറയുന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ദൈവം സ്വസ്ഥത ആയി എന്നുള്ള ഒരു വചനത്തിലേക്ക് വന്നിട്ട് ക്രിയേഷൻ റെസ്റ്റിനെ പറ്റി പറയുന്നു. എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ ഉള്ള ദൈവം എടുത്ത സ്വസ്ഥത. ഇനിയും 3-ാമത്തെ സ്വസ്ഥതയെ പറ്റി കാണുന്നത്, ഒരു സ്വസ്ഥത ഇനിയും ശേഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ 3 സ്വസ്ഥതകളാണ്. പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് സ്വസ്ഥത എന്ന വാക്ക് ഏകദേശം 13 പ്രാവശ്യത്തിലധികം നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് റെസ്റ്റ്, സ്വസ്ഥത. നമുക്കറിയാം, ഇവിടെയുള്ള ഈ രാജ്യത്ത് വീക്കെൻഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് മാത്രമേ ഒരു പക്ഷെ കാണത്തുള്ളൂ ഈ വീക്ക് ഡേയ്സിൽ വരുന്ന ഹോളിഡേയ്സിനെ വീണ്ടും അത് മൺഡേയിലേക്ക് മാറ്റി, മൺഡേയിലാണ് ബാങ്ക് ഹോളിഡേയ്സ് ഒക്കെ മിക്കവാറും വരുന്നത്. അത് ഇച്ചിരൂടെ സാറ്റർഡേയും സൺഡേയും വീണ്ടും ഒരു ദിവസം മൺഡേയും കൂടെ ലഭിക്കത്തക്ക രീതിയിൽ കണ്ടിന്യൂസ് ഒരു 3 ഡേയ്സ് റെസ്റ്റിന് വേണ്ടി ലഭിക്കുന്നതാണ്. അപ്പം ഒട്ടുമിക്ക രാജ്യങ്ങളിലും പല രീതികളിലുള്ള റെസ്റ്റ് വർക്കേഴ്സിനാകട്ടെ തൊഴിൽ മേഖലയിലാകട്ടെ നൽകുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നിശ്ചിത മണിക്കൂറുകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റുകൾ അവർക്ക് റെസ്റ്റ് നൽകിയിരിക്കണം എന്നുണ്ട്. റെസ്റ്റ് നൽകാതെ ഒരിക്കലും ഒരു പ്രവർത്തന മേഖലയിലും ആരെയും കൊണ്ടും പ്രവർത്തിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ റെസ്റ്റ് എന്നുള്ള കാര്യം. ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം നൽകിയ ലീഡർഷിപ്പിലൂടെ ദൈവം ആഗ്രഹിച്ചത് ഏത് തരത്തിലുള്ള റെസ്റ്റായിരുന്നു? ഇവരെ അവിടെ കൊണ്ടുപോയി ഒരു പണിയും ചെയ്യിപ്പിക്കാതിരിക്കുന്നതിനെ പറ്റിയാണോ ആ റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ലഭിച്ചത്
അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ദൈവത്തിൻ്റെ വാഗ്ദത്ത കനാനിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയെ പറ്റിയാണോ? അപ്പം സ്വസ്ഥത എന്ന് പറയുന്നത് പണിയെടുക്കാതെ ഇരിക്കുക എന്ന് മാത്രമല്ല. അങ്ങനെയല്ലല്ലോ. നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും നമ്മളും ആക്റ്റീവായിട്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പ്രവർത്തികൾ ചെയ്യാതെ മാറിയിരിക്കുന്നതിനെ പറ്റി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത കനാൻ നൽകുന്നതിനെ പറ്റി പറയുമ്പോൾ റെസ്റ്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇസ്രായേൽ മക്കൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം 2 കാരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. 1 അവിശ്വാസം, 2 അനുസരണക്കേട്. അവർ അനുസരിക്കാതെയിരുന്നു, അവർ വിശ്വസിക്കാതെയിരുന്നു. ഈ 2 കാര്യങ്ങളും 2 തരത്തിലുള്ള പാപങ്ങളാണ്. അവിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും അതിനെ തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് അവിശ്വാസം. അനുസരണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കമ്മീഷൻ ചെയ്തിരിക്കുന്ന കാര്യത്തെ ഉപേക്ഷയായി വിചാരിക്കുന്നതിനെയാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ കണ്ടു, ദൈവത്തിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഒന്നാമത്തെ പാപം. 2ാമത്തെ പാപം, ദൈവം പറഞ്ഞ പല കാര്യങ്ങളെയും അവർ ഉപേക്ഷയായി വിചാരിച്ചു. ഇത് 2ഉം കൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കളിലെ ആർക്കും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിത്തിരിച്ചവരിലെ 2 പേർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും മരുഭൂമിയിൽ പെട്ടുപോയി. ബാക്കി വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചവർ ഒക്കെയും മരുഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ട 40 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. ഈ മരുഭൂയാത്രയിലുള്ളവരെല്ലാം അപ്പച്ചനെന്ന് വിളിക്കുവാൻ ഉണ്ടായിരുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. നോക്കണം, ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ 2 പ്രായമുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യോശുവയും കാലേബുമാണ്. ഇവരാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്കുള്ള യാത്രയിൽ 12 ഗോത്രത്തിൽ നിന്നും 12 പ്രഭുക്കന്മാരെ, ലീഡേഴ്സിനെ വാഗ്ദത്ത കനാൻ ഉറ്റുനോക്കുവാനായി വിടുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 12 പേരുടെ പേരിൽ നമുക്ക് 10 പേരുടെ പേര് ബൈബിളിൽ ഉണ്ടെങ്കിലും 2 പേരുടെ പേരെ നമുക്കറിയത്തുള്ളൂ. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. എന്നും അവിശ്വാസം പറയുകയും അനുസരണക്കേടിലൂടെ പോകുകയും ചെയ്യുന്നവരൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാലും അവരാരും ഓർമ്മിപ്പിക്കപ്പെടത്തില്ല. അവരൊരിക്കലും they won't be remembered. അവരൊരിക്കലും ചരിത്രത്തിൽ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അത് ഒരിക്കലും ആർക്കും ഓർത്തിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ പോലും ആ തലത്തിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇവരുടെ അവസരത്തെ ഇവരില്ലാതാക്കി കളയുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. ഇതാണ് ഒരു സ്ട്രോങ്ങസ്റ്റ് വാണിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് ഒരു വലിയ വാണിംഗ് കൊടുക്കുകയാണ്. നാം ഭയപ്പെടണം. കാരണം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ സൈന്യമായി ഇറങ്ങിത്തിരിച്ച ചെങ്കടലിനെ വിഭാഗിക്കുവാൻ, അല്ലെങ്കിൽ അത് വിഭാഗിക്കുന്നത് കണ്ട ഇസ്രായേൽ മക്കൾ, മല്ലന്മാരുടെ ഭക്ഷണം ഭക്ഷിച്ച ശ്രേഷ്ഠ ജനം, അവരെന്തു ചെയ്തു? അവർ അവിശ്വാസം കൊണ്ടും അപ്പോൾ തന്നെ അനുസരണക്കേട് കൊണ്ടും വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ടു. അത് നാം കണ്ട് നാം ഭയപ്പെടണം. അവരെ പോലെ നാമും ഒരു സ്വധ്വർദ്ധമാനം കേട്ടവരാകുന്നു. We also have heard a good news like them. നാമും അവരെ പോലെ
ഒരു നല്ല സന്ദേശം കേട്ടവരാകുന്നു. അവരെല്ലാവരും ആരായിരുന്നു? ഒരു വലിയ സന്ദേശം കേട്ടവരാ. അപ്പൻ്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരെ അടക്കിയിട്ടുള്ള പിതാക്കന്മാരുടെ ജന്മദേശത്തേക്കുള്ള യാത്രയിലാണ് ഇവർ ആയിരുന്നത്. അവിടേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഇവർ കേട്ടത് ഇവരുടെ സ്വന്തം നാട്, ഇവരുടെ പിതാക്കന്മാർ, അബ്രഹാം മുതലായ പിതാക്കന്മാർ അവർ പാർത്ത നാടാണെങ്കിലും ഇവരോട് ദൈവം പറയുന്നത് പാലും തേനും ഒഴുകുന്ന അതിമനോഹരമായ നാട്ടിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. നാടിൻ്റെ വർണ്ണനകൾ ഇവരിലെ ഒട്ടുമിക്ക ആളുകളും കടന്നു ചെന്ന് കണ്ടതാണ്. അവിടുത്തെ ആഹാരത്തിൻ്റെ സമൃദ്ധമായ പ്രൊവിഷൻസ് ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ആളുകളെ കണ്ടിട്ട് ഇവർ തന്നെ പറയുകയാണ്, അവിടെയുള്ള ആളുകൾ അനാഖ്യ മല്ലന്മാർ, അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളിയെ പോലെ ഒന്നുമല്ലാത്തതായി തോന്നി. ഒരുപക്ഷെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടോ ആ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവിടെ മനുഷ്യന് മറ്റേത് സ്ഥലത്തേക്കാളിലും നന്നായി ജീവിക്കുവാൻ കഴിയുന്ന, ശക്തരായി മുന്നേറുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഗുഡ് ന്യൂസ് കേട്ടിട്ടാണ് ഇവർ യാത്രയാകുന്നത്. ഇവരിൽ ആരും അവിടെ പ്രവേശിക്കാതിരുന്നത് നല്ല വർത്തമാനം കിട്ടാതിരുന്നുകൊണ്ടല്ല. അവരെല്ലാവരും ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്പൽ. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഗോസ്പൽ അവർക്കുണ്ടായിരുന്നത് എന്താണെന്ന് അറിയാമോ? ഇവർക്ക് ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്വർത്തമാനം, ഒരു ഗുഡ് ന്യൂസ്. അതെന്തായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ നിന്ന്, നിങ്ങൾക്കുള്ള ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന്, നിങ്ങളെ അടിമകളായി കണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ എന്ന് പറയുന്ന സുവിശേഷം ഫിസിക്കൽ ബോഡിയോടുള്ള ബന്ധത്തിലെ ഒരു വർത്തമാനം മാത്രമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ആക്കി മാറ്റാറുണ്ട്. നിങ്ങൾക്ക് വിടുതലുകൾ ഉണ്ടാകും, അത് തെറ്റാണെന്നല്ല, ഉണ്ടാകണം. പക്ഷെ നമ്മുടെ ഗുഡ് ന്യൂസ് അതല്ല. നമ്മെ പാപത്തിന് അടിമയാക്കി കളയുന്ന, പാപത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആ മോഹങ്ങൾ കൊണ്ട് കൊണ്ടുവന്ന് നമ്മളെ ഇതിനൊക്കെ അടിമയാക്കി കളയുന്ന ആ സ്ലേവറിയിൽ നിന്നുള്ളൊരു മോചനം, ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു നല്ല ആഹ്വാനം, ഒരു നല്ല ഗുഡ് ന്യൂസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെയും എടുത്തിട്ട് ഇനിയുമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മോശയുടെയും യോശുവയുടെയും ഒക്കെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകുവാനുള്ളത്. അതെന്ത് ചെയ്തു? അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇത്രയും വലിയ ഗുഡ് ന്യൂസ് കേട്ടതാണ്, പക്ഷെ കേട്ട വചനം അവർക്ക് വിശ്വാസത്തോടെ എടുക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അവർക്കത് പ്രോഫിറ്റബിളായി തീർന്നില്ല. ഇനി നോക്കണേ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ആദ്യം പറയുന്നു, ഇത് നിങ്ങൾക്ക് മുമ്പിലുള്ളത് കൊണ്ട് നാം ഭയപ്പെടുക. അവരെ പോലെ നമ്മളും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. കേട്ടവരെ വിശ്വസിക്കായിക കൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വേഴ്സ് 3 പറയുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് വാഗ്ദത്ത കനാനിലേക്ക് അവരെ കൊണ്ടുപോകുവാനുള്ള ഒരു മെസ്സേജ് ആയിരുന്നു, സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കാമെന്നുള്ളത്. പക്ഷെ ഇപ്പം പിന്നെയും പറയുന്നു, നമുക്കും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. അപ്പോൾ പിന്നെ ആ സ്വസ്ഥത ഏതാണ്? വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് വിസ ഒന്നും എടുക്കേണ്ട, അല്ലാത്തവർക്ക് ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലസ്തീനിൽ പോകാം എന്നുള്ളതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജെറുസലേമിലോ ഇസ്രയേലോ വിസിറ്റ് ചെയ്യാമെന്നുള്ളതല്ല. നമ്മൾ ആ ലാൻഡിൽ കടന്നുപോയി നമ്മളൊരു ടൂറിസം നടത്തുന്നതിനെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കും അങ്ങോട്ട് പോകാൻ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ നമ്മളെ രാജ്യത്തേക്ക് പോകുന്നതിനെ പറ്റി അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ബുദ്ധിമുട്ടാണ്, അവസരം ഉണ്ടാകുമ്പം നമുക്കൊക്കെ പോകാൻ കർത്താവ് സഹായിക്കട്ടെ. കടന്നുപോയി യേശുക്രിസ്തു നടന്ന വഴികളിലും അല്ലെങ്കിൽ
പണ്ട് പഴയ നിയമത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഒക്കെ നടന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതൊരു ജീവിതത്തിലെ ഒരു നല്ലൊരു അവസരമായിട്ട് നമുക്ക് കാണാം. എന്നാൽ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് വരുന്നത് അവർക്ക് കൊടുത്ത സ്വസ്ഥതയല്ല, അത് ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി അവർക്ക് ശാന്തമായ ഒരു ഇടം നൽകുന്നതിനെ പറ്റി ആയിരുന്നുവെങ്കിൽ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് മറ്റൊരു സ്വസ്ഥതയാണ്. ആ സ്വസ്ഥത നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടെ പുറമോട്ട് നമ്മൾ കടന്നു പോകണം. നമുക്കറിയാം, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും, ഇത് സങ്കീർത്തനം 95:11 നമ്മൾ ആ വാക്യം കാണുന്നത്. സാം 95:11 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് സങ്കീർത്തനത്തിൽ നിന്നാണ് സങ്കീർത്തനക്കാരനായ വ്യക്തി ഇതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ എബ്രായ ലേഖന കർത്താവ് ഇതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ഇതിനെ എവിടെ നിന്ന് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പുറമോട്ട് പോവുകയാണ്. നമുക്കതിനെ വീണ്ടും സംഖ്യാപുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 14-ാം അധ്യായത്തിലേക്ക് വന്നാൽ നമുക്കതിനെ വീണ്ടും കാണാൻ കഴിയും. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, നമ്പേഴ്സ് ചാപ്റ്റർ 14:20. അതിന് യഹോവ അരുളി ചെയ്തത്: നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല എന്ന് എന്നെ നിരച്ച ആരും അത് കാണുകയില്ല. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. അപ്പോൾ നോക്കണം, നമ്മൾ ഈ സങ്കീർത്തനക്കാരൻ ഇതിനെ കോട്ട് ചെയ്തിരിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ്. സാം 95:11 പറയുന്നു, ദൈവം ശപഥം ചെയ്തു. അത് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ദൈവം ആണയിട്ട് പറഞ്ഞു, ഇവരാരും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അപ്പം എബ്രായ ലേഖന കർത്താവിന് ഈ പ്രത്യേക ഭാഗം ലഭിച്ചിരിക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനക്കാരൻ അതിനെ എടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയത്? നമുക്ക് നോക്കാം. ഈ 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്, ലോകസ്ഥാപനത്തിൽ പ്രവൃത്തി നിവൃത്തിയായ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം കണ്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തി 6 ദിവസം ചെയ്ത് 7-ാം ദിവസം ദൈവം പ്രവൃത്തി തീർന്ന ശേഷം ദൈവം റെസ്റ്റ് ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അതിനുശേഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യാപുസ്തകത്തിന് മുമ്പും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും ഇത് കാണുന്നുണ്ട്. സൃഷ്ടിയിലുള്ള ദൈവം സൃഷ്ടിക്ക് ശേഷം ദൈവം എടുത്ത റെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളെ ബന്ധിപ്പിച്ച് വരികയാണ്. ലോകസ്ഥാപനത്തിൽ പ്രവൃത്തി തീർന്ന ശേഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദൈവം റെസ്റ്റ് എടുത്തു. വീണ്ടും ദൈവം മറ്റൊരു റെസ്റ്റിനെ പറ്റി പറയുന്നു. ആ റെസ്റ്റ് കനാനിലേക്കുള്ള റെസ്റ്റിനെ പറ്റിയാണ്. ഇനിയും ആ റെസ്റ്റിനെ പറ്റി, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന റെസ്റ്റിനെ പറ്റി വീണ്ടും കൊണ്ടുവരികയാണ് അടുത്ത വാക്യത്തിൽ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിവിടെ കാണുന്നത് വീണ്ടും ഒരു സ്വസ്ഥത നമുക്കുണ്ട്.
സൃഷ്ടിയുടെ സമയത്തെടുത്ത സ്വസ്ഥത, കനാൻ ദേശം ദൈവം അവർക്ക് നൽകുമെന്നുണ്ടായിരുന്ന സ്വസ്ഥത. എന്നാൽ വീണ്ടും ഒരു സ്വസ്ഥതയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ സ്വസ്ഥതയിൽ അവർക്ക് എന്തുകൊണ്ടത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവിശ്വാസ നിമിത്തമാണ്. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യൻ പറയുന്നത് നാം കേൾക്കാൻ തിരിഞ്ഞാൽ ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യൻ നമ്മളോട് പറയുന്നത് നമ്മൾ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ വലിയ അബദ്ധം. 12 പേര് പോയി 10 പേര് കടന്നു വന്ന് പറഞ്ഞത് വാഗ്ദത്തം ചെയ്ത ദേശമൊക്കെ ആണെങ്കിലും നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. 2 പേര് പറഞ്ഞപ്പം ഈ 2 പേരെ ശ്രവിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ പട്ടുപോയവരെല്ലാം പട്ടുപോയത് അവർ കുറച്ചുനാൾ ഇവരുടെ കൂട്ടായ്മയിലും സഭായോഗത്തിലൊക്കെ പങ്കെടുത്തെങ്കിലും അവർ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഈ 10 പേര് പറഞ്ഞത് തന്നെ നടക്കത്തുള്ളൂ. വെള്ളം ഇല്ലാതെ വരുമ്പോൾ അവർ പറയും പണ്ടേ അവർ പറഞ്ഞതാ, നമ്മളിനി ഈ വെള്ളം കുടിച്ച് നമ്മളിനി അക്കരെ നടന്നെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാലും പ്രശ്നമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 12 പേരിലെ 10 പേർ കൊണ്ടുവന്ന സന്ദേശം ഈ ജനത്തിൻ്റെ മനസ്സിനെ, നമ്മളിൽ എത്ര പേരത് ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളിൽ ഞാനത് ചിന്തിക്കുകയായിരുന്നു. ഇവരീ 2 പേർ യോശുവയും കാലേബും ജനത്തെ ശാന്തരാക്കി അവരെ മിണ്ടാതിരിപ്പീനെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 പേരുടെ വാക്കിനെ അപ്പോഴും അടക്കിയെങ്കിലും ഈ കൊണ്ടിട്ട ഈ തീ ഉണ്ടല്ലോ, ഈ അവിശ്വാസത്തിൻ്റെ തീ, ഇത് ജനത്തിൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസം കഴിയും തോറും, കാരണം എപ്പോഴും വിശ്വസിക്കത്തക്ക കാര്യങ്ങളൊന്നും അവർ കാണുന്നത്, പലപ്പോഴും പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ കടന്നു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അവിശ്വാസം എന്ന വിത്ത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് വളരുവാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരും. അതിനെ മൂടോടെ പിഴുത് കളയാൻ കഴിയാത്തിടത്തോളം കാലം അത് പിന്നെയും അതിൻ്റെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ ഇവരെല്ലാം പട്ടുപോകാൻ കാരണം ഈ പറയപ്പെട്ട മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ച, അല്ലെങ്കിൽ മരുഭൂമി വഴി യാത്ര തിരിച്ച ഇവരൊക്കെയും ഈ 10 പേരുടെ സന്ദേശം പലപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇന്ന് രാത്രികാലം ഒരു ദൈവിക സന്ദേശം ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ ദൈവമക്കളെ. ആരെങ്കിലും പറയുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകളെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമ്മൾ അതിനെ കൊണ്ടു നടന്ന് പറയരുത്. മറ്റുള്ളവർ പറയുന്ന ശാപവാക്കുകൾ നമ്മൾ കടമെടുത്ത് പറയരുത്. നമുക്ക് മുമ്പിൽ ഒരു വലിയ വാണിംഗ് ഉണ്ട്. നാം വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും ദൈവം പറയുന്നത് എന്താണെന്ന് നാം കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾ മറ്റു ആളുകൾ പറയുന്നതിലേക്ക് കേൾക്കാൻ നാം തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം ചിലരോടായി പറഞ്ഞത് അവരെൻ്റെ സ്വസ്ഥതയിൽ ഇനിയും പ്രവേശിക്കുകയില്ല. ഇനിയും എന്നതുകൊണ്ട് വീണ്ടും എഴുത്തുകാരൻ ഉൽപ്പത്തിയിലേക്ക് പോയി. ഉൽപ്പത്തിയിലെ ദൈവത്തിൻ്റെ 7-ാം ദിവസത്തെ സബത്തിലേക്ക് പോവുകയാണ്. സബത്ത്, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചതിനെ മുഴുവനായും സ്വസ്ഥത എന്നാണ് വിളിക്കുന്നതെങ്കിൽ മാനവരാശിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ റെസ്റ്റ് എന്നുള്ളത് വീക്കിലെ ഒരു ദിവസമാണ് സബത്ത്. അത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അത് 2 ദിവസം ആക്കിയിട്ടുണ്ട്. പുരാതന കാലത്തൊക്കെ ഇസ്രായേൽ മക്കൾ അവർ ഒരു ദിവസമാണ് റെസ്റ്റിന് വേണ്ടി എടുത്തുവെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒട്ടുമിക്ക ക്രിസ്ത്യൻ വിശ്വാസധാരയിലൂടെ പോകുന്ന രാജ്യങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാകട്ടെ, സെക്യുലർ കൺട്രീസ് ആകട്ടെ, അവിടെ ഒക്കെ സാറ്റർഡേ ആൻഡ് സൺഡേ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഡേയ്സ് 5-ഉം ഈ വീക്കിൻ്റെ ലാസ്റ്റ് ഡേയ്സ് 2 ഡേയ്സ് ഒരു പ്രവൃത്തിയും ചെയ്യാതെ റെസ്റ്റിന് വേണ്ടി കൊടുക്കുന്ന ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ നിലനിൽപ്പിന്
ഈ റെസ്റ്റ് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. റെസ്റ്റ് എടുക്കാതെ ഒരു മനുഷ്യനും മുന്നേറാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ഡെസ്റ്റിനിയെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് റെസ്റ്റ്. അവന്റെ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിലും അവന് ഊർജം പകരുന്നതാണ് റെസ്റ്റ്. നമ്മളൊക്കെ ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ ആരും ഇന്നലെ രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്നായിരുന്നുവെങ്കിൽ, നൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇത്രയും പേർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഉറക്കക്ഷീണം ഉണ്ടായേനെ. അപ്പം ആളുകൾ റെസ്റ്റ്ലെസ് ആയി മാറുന്നു. നമ്മളിവിടെ കാണേണ്ടത് സകല മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ റെസ്റ്റ് അനിവാര്യമാണ് എന്ന് പറയുവാനാണ് ലേഖനകർത്താവ് അതിനെയും എടുക്കുന്നത്. വാഗ്ദത്തം ലഭിച്ചവർക്ക് മാത്രമല്ല റെസ്റ്റ് കൊടുത്തതെന്നും സകല മാനവരാശിക്കും ഈ റെസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതു ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ, ആളുകളെ കൊണ്ടുവരുവാനാണ് എഴുത്തുകാരൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇസ്രായേൽ മക്കളെ പറ്റി മാത്രം പറഞ്ഞായിരുന്നുവെങ്കിൽ അത് പിന്നെ എന്നാൽ നമുക്ക് പറയാം അത് അവർക്ക് കൊടുത്തതാണ്. നോ, അങ്ങനല്ല. വാഗ്ദത്ത കനാനിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അവർക്ക് റെസ്റ്റ് നൽകാനായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ 5 ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്നു, 2 days നമ്മൾ റെസ്റ്റിലേക്ക് പോകുന്നു. യഹൂദന്മാർക്ക് ആഴ്ചയിൽ 1 ദിവസം ഫുള്ളി അവരൊരു സബത്തായിട്ട് അതിനെ ആചരിക്കുകയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് കീപ് ഇറ്റ് ആസ് ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ പവിത്രമായി സൂക്ഷിക്കണം. അത് ദൈവത്തോടുള്ള ദൈവികത, അതിനെ ദൈവികമായി കാണണം എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും മനുഷ്യന്റെ മുന്നേറ്റത്തിനും അത് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ വാഗ്ദത്ത കനാനിലേക്ക് ചെന്നിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അവർ പ്രവർത്തികൾ ചെയ്തു. ഈ പ്രവർത്തികൾ ചെയ്തത് കൊണ്ടൊന്നുമല്ല അവർക്ക് സ്വസ്ഥത ലഭിച്ചത്. ഇവരുടെ ഒരു പ്രവൃത്തിയും അവരുടെ സ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നില്ല. മരുഭൂമി ജനിച്ച ഈ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ടാണോ അവർക്ക് വാഗ്ദത്ത കനാൻ ലഭിച്ചത്? അവരാണോ ഇറങ്ങി തിരിച്ചത്? നമുക്ക് നോക്കാം. ഈ 2 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാരെങ്കിലും അവരെടുത്ത സ്റ്റെപ്പ് കൊണ്ടാണോ അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്? അല്ല. ആ സ്വസ്ഥതയിൽ പ്രവേശിച്ച ആർക്കും ഒരു റോളും അവിടെ ഇല്ലായിരുന്നു. നമ്മളിപ്പം തീരുമാനമെടുത്ത് തീരുമാനത്തിന്റെ ഫലമായി നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് അതിന് ക്രെഡിറ്റ് ഉണ്ടാകും. ഞാനാണിത് ചെയ്തത്, എൻ്റെ ഒറ്റയാളുടെ പ്രയത്നഫലമായിട്ടാണ് ഇത് നടന്നത്. എന്നാൽ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചതിലെ 99.99% ആളുകൾക്കും പറയാൻ കഴിയത്തില്ല ഈ സ്വസ്ഥത ലഭിച്ചതിൽ ഞങ്ങളുടെ പങ്ക് എന്താണെന്ന്. അവരിലാരും അവര് മിസ്രൈം വിട്ടിറങ്ങിയത് കൊണ്ടല്ല സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. ഒരു വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. അവര് സ്വസ്ഥതയിൽ പ്രവേശിച്ചതിന് പിന്നിൽ അവരുടെ ഒരു കാൽച്ചുവടോ ഒരു പ്രവൃത്തിയോ കാരണമായി തീർന്നില്ല. 2, ദൈവം ക്രിയേഷനിൽ വെച്ച സ്വസ്ഥതയിലും അവിടെയും മനുഷ്യന് ഒരു പങ്കുമില്ല. കാരണം മനുഷ്യനോട് ആലോചന ചോദിച്ചിട്ടോ മനുഷ്യനോട് ആദമിനോട് ചോദിച്ചിട്ടോ അല്ല ദൈവം 7th ഡേ റെസ്റ്റാക്കി മാറ്റിയത്. അത് ദൈവത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു. അന്ന് 2 മനുഷ്യർ മാത്രമേ ഉള്ളൂ. അന്നേരവും മനുഷ്യനവിടെ പങ്കില്ല. ഇനിയും നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വസ്ഥതയിലും ഹ്യൂമൻ എഫോർട്ടിന്, മാനുഷിക പ്രവൃത്തികൾക്ക് ഒരു പങ്കുമില്ല. ഞാൻ സാമ്പ്രാണി കത്തിച്ചത് കൊണ്ടോ ഞാൻ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ ഞാൻ ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും എനിക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല. ഈ സന്ദേശമാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ മനോഹരമായി വിവരിക്കുന്നത്. നമ്മൾ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നിനക്ക് ലഭിച്ച റെസ്റ്റിന് നിന്റെ കഴിവ് കാരണമല്ല, പക്ഷെ നിനക്കൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. എന്താണ്? അടുത്ത വാക്യം, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇട ശേഷിച്ചിരിക്കാലും. അതാണ് പ്രോമിസ്.
ഇവിടെ ദൈവം ആ വാഗ്ദത്തത്തെ പറ്റി പറഞ്ഞു. വാഗ്ദത്തത്തെ പറ്റി പറഞ്ഞിട്ട് വീണ്ടും വേഴ്സ് 6 പറയുന്നു, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പ് സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ വരികയാണ്. അവിടെ ഒരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്താണെന്ന് അറിയാം? ഒരു ഗ്രേറ്റ് സബത്തിനെ പറ്റിയാണ്, ഒരു വലിയ റെസ്റ്റിനെ പറ്റിയാണ്. അവിടെ ഒരു ചോദ്യം നമ്മൾ വരും, എന്തുകൊണ്ട് മോശയ്ക്ക് ഈ ജനത്തെ അക്കരെ എത്തിക്കുവാൻ കഴിഞ്ഞില്ല? കാരണം ഞാനത് മനസ്സിലാക്കുന്നത്, മോശയുടെ അനുസരണക്കേടുകളൊക്കെ അതിന് കാരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും മോശയ്ക്ക് ഒരു വലിയ യാത്രയപ്പാണ്. ഭൂമിയോടുള്ള ബന്ധത്തിൽ, ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം മോശയെ അടക്കുന്നതായിട്ട് കാണുന്നു. മോശയോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഉത്തരവാദിത്വത്തിൽ മനുഷ്യനെ ഏറ്റെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവൻ്റെ കാര്യത്തെ എല്ലാം ചെയ്യുന്നു. യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് പരസ്യശുശ്രൂഷയ്ക്കായി വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മറുരൂപമലയിൽ താനായിരിക്കുന്ന ആ ഗ്ലോറിയിൽ റിവീൽഡ് ആയി കഴിഞ്ഞപ്പോൾ മോശയും ഏലിയാവും അവനോട് കൂടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ശിഷ്യന്മാർ കാണുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ മോശയെ ഒരു കുറ്റക്കാരനായി കണ്ട് മാറ്റി നിർത്തിയിരിക്കുകയല്ല. മോശയെ ദൈവം അലവ് ചെയ്തില്ല. ഈ മോശ റെപ്രസെന്റ് ചെയ്യുന്നത് ലോയാണ്, ലോ ഗിവറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശയിലൂടെയാണ് ഈ ന്യായപ്രമാണമൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചത്. അപ്പം ഈ മോശ മുഖാന്തരമാണ് ഇത് ലഭിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിയമത്തിൻ്റെ ഒരു പങ്ക് ശരിക്കും വരുന്നു എന്ന് നമുക്ക് തോന്നുവാനിടയാകും. അവിടെ ഇസ്രായേൽ മക്കളിൽ ആരും പ്രോമിസ് ലാൻഡ് പ്രവേശിച്ചത് അവരെടുത്ത സ്റ്റെപ്പ് കൊണ്ടോ അവർ വന്ന ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ടോ ഒന്നുമല്ല അവർക്കത് ലഭിച്ചത്. അവർക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ ജനത്തിന് ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിന് മറ്റൊരു വ്യക്തിയെ അവിടെ കൊണ്ടുവരണമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് മോശയെ ദൈവം മാറ്റിയിട്ട്, കാരണം ഈ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അതിൽ നമുക്ക് ജോസഫിനെ കാണാൻ കഴിയും. ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പലതും യേശുവിൽ സംഭവിക്കുന്നു. പല ക്യാരക്ടേഴ്സിനെ കാണുമെങ്കിലും പേരുകൊണ്ട് വളരെ സാമ്യം ഉള്ള ഒരു വ്യക്തി പഴയ നിയമത്തിൽ വേറെയില്ല. നമുക്ക് മോശയെ വേണമെങ്കിലും ഒരു നിഴലെന്ന രീതിയിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുപ്പിച്ചത് യേശുക്രിസ്തു ജനത്തെ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിലും യോശുവ എന്ന വ്യക്തി, ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്ന യഹോശുവ. അതെ, ജഹോവ സേവ്സ്, സേവ്യർ, വിടുവിക്കുന്നവൻ. ഇതേ പേരാണ് യേശു ജനിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അമ്മ മറിയയോട് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് യേശു എന്ന് പേരിടണം. അപ്പം നമ്മളിവിടെ കാണുന്നത് മോശയ്ക്ക് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാനായി പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിന്ന ഒരു വ്യക്തി അവിടെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും നമ്മളെടുത്ത് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയല്ല, മോശയ്ക്ക് കഴിയാതിരുന്നതിനെ ചെയ്യിപ്പിക്കുവാൻ ഒരു ലീഡറിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഈ നാം എബ്രായ ലേഖനത്തിൽ കാണുന്ന യേശു സകലരിലും വലിയവനെന്ന യേശുവിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ചിന്തയെ ഇവിടെ വളരെ ശക്തമായി ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടു ജീസസ് ഹാസ് ലോഡ് ഓഫ് ഷാഡോസ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പോൾ ആ സിമിലാരിറ്റിയിൽ, നെയിമിൽ സിമിലാരിറ്റി വരുന്നത് ഈ യഹോശുവ അല്ലെങ്കിൽ ജോഷുവയിലാണ്. അപ്പം നോക്കണേ, തൻ്റെ ജനത്തിൻ്റെ പാപത്തിൻ്റെ അല്ലെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ലോയ്ക്ക് കഴിഞ്ഞില്ല, ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന്
ചെയ്യാൻ കഴിയാതിരുന്നതിനെ ചെയ്യിപ്പിക്കുവാൻ, അതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്നതിൻ്റെ ഒരു നിഴലാണ് മോശയ്ക്ക് കഴിയാതിരുന്നതിനെ ചെയ്യിപ്പിക്കുവാനായി ദൈവം പഴയ നിയമത്തിൽ യോശുവയെ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ മോശയിലൂടെ ജനം അക്കരെ കടന്നു വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ, ലോ ഗിവറാകുന്ന മോശയിലൂടെയും ന്യായപ്രമാണത്തിലൂടെയുമുള്ള ഒരു എൻട്രൻസ് ആയിട്ട് അത് കണ്ടേനെ. പക്ഷെ മോശയ്ക്ക് കഴിഞ്ഞില്ല. കുറച്ചുപേരെ പരാജയപ്പെടുത്തിയിട്ട് യേശുവിനെ ഉയർത്തുക എന്നുള്ളതല്ല, അവരുടെ കഴിവില്ലായ്മയാണ് അവിടെ പ്രകടമാകുന്നത്. അവർ പല രീതിയിലും അവർ കഴിവില്ലാത്തവരായിരുന്നു. യോശുവയും ശക്തനായിരുന്നു എന്നുമല്ല, യോശുവ ആ ഷാഡോവായി അവിടെ നിന്നുകൊണ്ട് ഈ വരാനിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു നിഴലായി അവൻ ആ ലീഡർഷിപ്പിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഷാഡോയാണ്, ഒരു നിഴലാണ്. ഇനിയും അതിലും വലിയ ഒരു സ്വസ്ഥത നമുക്ക് വരുന്നുണ്ട്. അതാണ് പറയുന്നത്, ഇത്രയും കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്നവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. ദാവീദിനെ പറ്റി പറയുമ്പോൾ ദാവീദ് പറയുന്നതാണ്, ഇനിയും ഒരു ദിവസം ശേഷി, ഇന്ന്, ടുഡേ എന്ന് പറയുന്ന ഒരു ദിവസം ശേഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേത് കൽപ്പിക്കുകയില്ലായിരുന്നു. യോശുവ അവർക്ക് റെസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പോയി സ്വസ്ഥമായിട്ടിരിക്കുകയായിരുന്നു. നോ, അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ഒന്നാമത്തെ റെസ്റ്റ് മാത്രമേ അവർ എടുത്തിരുന്നുള്ളൂ. ഏതാ? ഉൽപ്പത്തി കാണുന്ന റെസ്റ്റ് മാത്രമേ അവർ ഫോളോ ചെയ്തുള്ളൂ. ബാക്കി ഒരു റെസ്റ്റും അവരെടുത്തില്ല. അപ്പം അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ലാൻഡിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് യോശുവയായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു സ്വസ്ഥതയെപ്പറ്റി പറയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന റെസ്റ്റും രണ്ടാം കൊടുത്തിരിക്കുന്ന സബത്തും തമ്മിൽ നമ്മൾ ഒരേ രീതി ചിന്തിക്കുന്നുവെങ്കിലും ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഒരു ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരും ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഇപ്പോൾ ഈ തിമാറ്റിക്കായിട്ടുള്ള രീതി ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ പറയുകയാണ്, യോശുവ അവർക്ക് സ്വസ്ഥത നൽകിയെങ്കിൽ, യോശുവ അവർക്ക് റെസ്റ്റ് കൊടുത്തുവെങ്കിൽ മറ്റൊരു സബത്തിനെ പറ്റി ഇവിടെ പറയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തനായി തീർന്നതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. അതെന്ത് പ്രവൃത്തിയാണ്? യോശുവ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? യോശുവ തനിക്ക് മുമ്പ് വന്ന ലീഡറിൽ നിന്ന് ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് അവൻ ജനത്തെ അക്കരെ കടത്തിയേ ഉള്ളൂ. യോശുവയ്ക്കും അത് ഫുള്ളി ചെയ്യാൻ കഴിഞ്ഞില്ല. 50% മോശസ്, 50% യോശുവ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, ഇവിടെ ഒരുവൻ വന്ന് സകലത്തിനും പരിഹാരകനായി 100% ഒരു ഫുൾ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇറക്കിയവൻ. അവൻ വിശ്വാസത്തിൻ്റെ നായകൻ മാത്രമല്ല, അവൻ വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനുമാണ്. പഴയ നിയമത്തിൽ യേശുവിൻ്റെ ഷാഡോ ആയി നിന്ന വ്യക്തിക്ക് ഒരുത്തൻ പരാജയപ്പെട്ടപ്പോൾ അതിനെ ഏറ്റെടുക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇതാ ഒരുവൻ വരുന്നു, അവൻ വന്ന് തൻ്റെ ജനത്തെ, തൻ്റെ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ തൻ്റെ സ്വന്തം രക്തം ചീന്തി തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനായി കടന്നു വരികയാണ്. നമ്മൾ ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് എബ്രായ ലേഖനം 4:12 എത്രയോ പ്രാവശ്യം നമ്മൾ ഈ നമ്മുടെ സഭാ ആരാധനകളിലാകട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പല മീറ്റിങ്ങുകളിൽ നമ്മൾ കാണുന്ന പല
മെസ്സേജുകളിലാകട്ടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പറയാനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. കാരണം ഇനിയുമാണ് വേഴ്സ് 11. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വഴുതി വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. ഇത്രയും കാര്യത്തെ പറഞ്ഞിട്ട് പറയുകയാണ്, നമുക്കൊരു സ്വസ്ഥതയുണ്ട്. ആരും അനുസരണക്കേടിൽ വീഴാതെ ആ സമദൃഷ്ടാന്തം നമുക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ആരും അതിൽ അനുസരണക്കേടിൽ വീണു പോകാതിരിക്കത്തക്ക രീതിയിൽ നമ്മളെ എഴുത്തുകാരൻ ഉത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ നല്ലതിനെയും ഞങ്ങൾക്ക് എങ്ങനെ അഴുക്കിനെയും തിരിച്ചറിയാൻ കഴിയും? ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ മുന്നേറാൻ കഴിയും? ഞങ്ങൾക്ക് അതിനെന്ത് മാർഗമാണുള്ളത്? ഞങ്ങൾക്ക് പലപ്പോഴും മുമ്പോട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ ഡൗട്ടുകൾ വരികയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏത് പാതയാണ് ഒരു വ്യക്തി ഞങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിന് ഏറ്റവും ക്ലാസിക് ആൻസർ, മനോഹരമായ ഒരു ഉത്തരമാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരമാണ് 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുത്തുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇവിടെ വായിക്കുകയാണ്, നമ്മൾ 3 മേഖലകളാണ് കണ്ടത്. ഒന്ന്, നമുക്കൊരു പഴയ കാലമുണ്ടായിരുന്നു. നമ്മുടെ ആ പഴയ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾക്ക് രക്ഷപ്പെടുവാൻ കഴിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? ആ കാലത്തിൻ്റെ പേര് പാപത്തിൻ്റെ ശക്തമായ പിടിയിൽ മനുഷ്യൻ കിടക്കുക. ആർക്കും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. അത് ആ പെനാൽറ്റി ഓഫ് സിൻ എന്നുള്ളൊരു ഭയങ്കര പാപം ചെയ്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ആദാമ്യ വർഗം മുഴുവനും പാപത്തിൻ്റെ അടിമകളായി തീർന്നു. അങ്ങനെ ഒരു സ്ഥിതി മനുഷ്യനായിരുന്നു. പെനാലിറ്റി, പാപത്തിൻ്റെ ആ ശിക്ഷ അവനുണ്ടായിരുന്നു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ആ യേശുക്രിസ്തുവിലൂടെ അതിന് പരിഹാരമുണ്ടായെങ്കിലും ആദാമ്യ വർഗം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ പവർ ഓഫ് സിൻ ദൈവമക്കളെയും ആക്രമിക്കാൻ സാധ്യതയുള്ളത്. പെനാലിറ്റി ഓഫ് സിൻ, പാപത്തിൻ്റെ ആ വിഷയത്തിന് പരിഹാരം കർത്താവ് ക്രൂശിൽ വരുത്തി. എന്നാൽ സ്റ്റിൽ ഓൺ ദിസ് എർത്ത് there is the power of sin. പാപത്തിൻ്റെ ശക്തിയുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ റോമാലേഖനത്തിൽ പഠിച്ചത് തന്നെയാണ്. നമുക്ക് പാപത്തിൻ്റെ പരിഹാരമായി യേശുക്രിസ്തു മരിച്ചു. അത് നമ്മൾ ആ റൈറ്റ്യസ്നെസ്സിൽ, നീതിയിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടു. വി ആർ ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ പോകുന്ന ലോകത്തിൽ പവർ ഓഫ് സിൻ ഉണ്ട്, പാപത്തിൻ്റെ ശക്തിയുണ്ട്. പ്രപഞ്ചമോഹത്തിലൂടെ അത് കടന്നു വരും. കണ്ണിലൂടെ, കാതുകളിലൂടെ, വൈകാര്യമായ തലങ്ങളിലൂടെ ഒക്കെ അത് പ്രകടമാകപ്പെടും. ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്? ദൈവവചനത്താലാണ്. ദൈവവചനം ശക്തിയുള്ളതാണ്. അത് പാപത്തെയും മനുഷ്യന്റെ ചിന്തകളെയും വിവേചിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഇനിയും ഒരു പ്രത്യേക ഘടകമുണ്ട്. ഒന്ന്, പെനാൽറ്റി ഓഫ് സിനിൽ നിന്നും പവർ ഓഫ് സിനിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഒരു ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ എന്ന ഒരു ഘടകമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നേക്കുമായി പാപമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക്, അതാണ് മരിച്ച മനുഷ്യർ യേശുക്രിസ്തുവിൽ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. തേജസ്കരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ പ്രസൻസ് ഓഫ് സിന്നിൽ നിന്നും അവർക്കൊരു വിടുതലുണ്ടാകും. അത് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 3 ഘടകങ്ങളും അവിടെ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുമ്പം നമുക്കെങ്ങനെ വിജയകരമായി ജീവിക്കാൻ കഴിയും, എങ്ങനെ അനുസരണത്തോടെ ജീവിക്കാൻ കഴിയും? പാപമില്ലാതെ ജീവിക്കാനെന്നല്ല, പാപം കണ്ണുകൾ കൊണ്ടും പോകുന്ന വഴികളിൽ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പാപത്തിൻ്റെ ഘടകം കയറി വരും. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് കേട്ട് വരുന്നത് പോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഇങ്ങോട്ട് കടന്നു വരും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് അറിയാതെ സംസാരിപ്പിക്കും, ചിലപ്പോൾ അറിയാതെ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കും, അറിയാതെ പാപത്തിൻ്റെ പ്രവണതയിലേക്ക് കൊണ്ടുപോകും. അത് പ്രസൻസ് ഓഫ് സിന്നിൽ നിന്നും നമ്മൾ മാറി ഇരിക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്.
നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ആ പവർ ഓഫ് സിൻ ഈ ഭൂമിയിലുണ്ട്, അതെല്ലാ കടകളിലുമുണ്ട്. എന്നാൽ ഇവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് ഈ കാര്യങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, സോൾ ആൻഡ് സ്പിരിറ്റിനെ ഇതിന് ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹിയെയും ആത്മാവിനെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും. ജോയിന്റിനെയും മാരോയെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും. സന്ധിയെയും മജ്ജയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിനെയും മാരോയെയും ജോയിന്റിനെയും മാരോയെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും. തോട്ടിനെയും ഇൻറ്റൻഷനെയും, വിചാരങ്ങളെയും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കാൻ കഴിയും. അതാ നമ്മളോട് ഞാനത് ഇന്ന് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ തോട്ട് ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ചിന്തനങ്ങളും ഭാവങ്ങളും എന്നൊക്കെ പറയുന്നത് ഹിഡൻ മോട്ടീവ്സ് ആണ്. അത് ആർക്കും കാണാൻ പറ്റത്തില്ല. ആർക്കും കാണാതിരിക്കാൻ കഴിയുന്നതിനെയും കർത്താവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡീപ്പസ്റ്റ് ഫിസിക്കൽ ഇൻറ്റീരിയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അകത്തുള്ള നമ്മുടെ ദേഹത്തെ എല്ലാവർക്കും കാണാൻ പറ്റും. ദേഹി എന്തിയെ, ആത്മാവ് എന്തിയെ, നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ബോഡി, അതല്ലാതെ നമ്മളിലുള്ള സോൾ ആൻഡ് സ്പിരിറ്റിനെ ഡിവൈഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. പിന്നെ നമ്മുടെ ഡീപ്പസ്റ്റ് ഫിസിക്കൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്, ഏറ്റവും അകത്തിരിക്കുന്ന ഭാഗങ്ങളാണ് ബോണും. ബോണിനകത്തിരിക്കുന്നതാണ് മാരോ, മജ്ജ. ഇതിനെയും ബോണിനെയും മാരോയെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ, അത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കത് ഒരു ഭയങ്കര പ്രയാസമുള്ള കാര്യം, ഏറ്റവും അകത്തിരിക്കുന്ന കാര്യമാണ്. നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ തോട്ട് ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഹിഡൻ മോട്ടീവ്സ് ആണ്. ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എ പേഴ്സൺ മേ ഹാവ് എ കറക്റ്റ് തോട്ട് ബട്ട് എ കറപ്റ്റഡ് ഇൻറ്റൻഷൻ കാണും. കറക്റ്റ് തോട്ട് കാണുമെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു തോട്ടാണെങ്കിലും കറപ്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ ആയിരിക്കും. ഉദാഹരണത്തിന്, ഐ ഷുഡ് ഹെൽപ്പ് ദിസ് പേഴ്സൺ, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊരാൾ പറയുക. നമ്മളതിൻ്റെ ഇൻറ്റൻഷനെ നമ്മൾ നോക്കുമ്പം കമ്പാഷനായിട്ടാണ് തോന്നുന്നത്, അവനെ സഹായിക്കണം എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ഡിസയർ ഓഫ് പ്രൈസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതാണ് ഈ തോട്ട് ആൻഡ് ഇൻറ്റൻഷൻ്റെ. തോട്ട് നല്ലതായിരിക്കാം, തോട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവരും കേൾക്കും, ബട്ട് നോബഡി നോസ് ദി ഇൻറ്റൻഷൻ. എന്തിനാണ് ഇത് ചെയ്തത്, ഞാൻ വെറുതെ ഒന്നുമല്ല ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ചെയ്തതിൻ്റെ പിന്നിൽ അപ്പം വേറെ ഉദ്ദേശമായിരുന്നല്ലോ. നമ്മളങ്ങനെ കേട്ടിട്ടില്ലയോ, ഞാൻ വെറുതെ ഒന്നുമല്ല ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് ഹെൽപ്പ് ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ചിന്തിച്ചു മേ ബി ഔട്ട് ഓഫ് കമ്പാഷൻ, ഭയങ്കര ദയാലുവായി തീർന്നത് കൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ എന്ത് കാണാമെന്നറിയാമോ? എ ഡിസയർ ഫോർ പ്രൈസ്. ദൈവവചനത്തിന് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. യേശുവിൻ്റെ അരികിൽ ആളുകൾ വന്ന് യേശുവിനെ സ്തുതിക്കുകയും പ്രൈസ് ചെയ്യുകയും ചെയ്തപ്പോൾ യേശു അതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു. യേശുവിനെ രാജാവാക്കാൻ വന്നു, യേശു അതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ജോയിൻ ആൻഡ് മാരോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉള്ളിലുള്ള ഭാഗങ്ങളാണ്. അപ്പം ഇതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്തിറങ്ങി ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. നത്തിങ് ഈസ് ടു ഡീപ് ഫോർ ഗോഡ്സ് വേർഡ് ടു എക്സാമിൻ. ദൈവത്തിൻ്റെ വചനത്തിന് എക്സാമിൻ ചെയ്യാൻ കഴിയാത്തതായ ഒന്നുമില്ല. അത് ജോയിന്റ് മാരോയാണെങ്കിലും സോൾ സ്പിരിറ്റ് ആയാലും തോട്ട് ഇൻറ്റൻഷൻ ആയാലും ദൈവത്തിൻ്റെ വചനത്തിന് ചെന്ന് കയറാൻ കഴിയാത്ത ഒരിടവുമില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വലുതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് ശക്തമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ
കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഒരുപക്ഷെ ഈ മീറ്റിങ്ങിന് ശേഷം ഇത് പല സന്ദർഭത്തിൽ വാച്ച് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയട്ടെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങൾക്ക് സ്വാന്തനം അരുളുവാനോ ആരുമില്ല എങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒക്കെ മനസ്സിലാക്കി നമ്മെ സഹായിപ്പാനും രക്ഷിപ്പാനും നമ്മുടെ ചുറ്റുപാടുകളിലെ ഓരോ കാര്യങ്ങളെ ഡിവൈഡ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവവചനമാണ് നമ്മുടെ കരത്തിലുള്ളത്. ചിന്തയ്ക്കപ്പുറം കാണുവാൻ കഴിയുന്ന ഒരു മാനസിക തലം. നോക്കണം, അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ രഹസ്യമായ പ്രേരണയാണ്. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ ജീവനും വികാരവുമാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആന്തരിക ബന്ധമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഇവിടെ എവിടെയെങ്കിലും കപടതയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആ കപടത വെളിപ്പെടുത്തും. യഥാർത്ഥ പ്രേരണയെ ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയിപ്പിക്കും. പുറം പ്രവൃത്തിയും ഉള്ളിലുള്ള ലക്ഷ്യവും വേർതിരിക്കും. മനസ്സിലെ ചിന്തയും ഹൃദയത്തിലെ ഉദ്ദേശവും വിധിക്കും. ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഞാനൊന്നുകൂടെ പറയട്ടെ, കപടത ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തും. യഥാർത്ഥ പ്രേരണയെ ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയിപ്പിക്കും. പുറം പ്രവൃത്തിയും ഉള്ളിലെ ലക്ഷ്യവും അത് നമ്മളെ വേർതിരിച്ച് ദൈവത്തിൻ്റെ വചനം കാണിക്കും. മനസ്സിലെ ചിന്തകളെയും ഹൃദയത്തിലെ ഉദ്ദേശത്തെയും അത് വിധിക്കും. എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ വേഴ്സ് 13 4:13 നമ്മളൊന്ന് വരണം. അതാണ് നമ്മൾ ഇന്നത്തെ കൺക്ലൂഡിങ് പോയിന്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവവചനത്തിൻ്റെ ശക്തിയെ പറഞ്ഞിട്ട് ദൈവത്തെ പറ്റി പറയുന്നു, അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന നത്തിങ് ഈസ് ഹിഡൻ. ഒന്നും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ദൈവമെല്ലാം പുറത്തു കൊണ്ടുവരും. പുറത്തൊരു പക്ഷേ നല്ല വാക്കുകളെ പറയുമായിരിക്കാം. ദൈവം കാണുന്നത് ഉള്ളിലെ ഉദ്ദേശമാണ്. എവറിഥിങ് നേക്കഡ് ആൻഡ് എക്സ്പോസ്ഡ് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ മാസ്ക് ഇല്ല, ദൈവത്തിന് മുമ്പിൽ എക്സ്ക്യൂസ് ഇല്ല, ദൈവത്തിന് മുമ്പിൽ ഹൈഡിങ് ഇല്ല. ഒരുപക്ഷെ മുഖം മൂടികളൊക്കെ മനുഷ്യന്റെ മുമ്പാകെ ഉണ്ടാകാം. ഒരുപക്ഷെ എക്സ്ക്യൂസുകളൊക്കെ മനുഷ്യന്റെ മുമ്പാകെ ഉണ്ടാകാം. ഒരുപക്ഷെ മനുഷ്യന് മുമ്പാകെ എല്ലാം മറച്ചു വെക്കാം. എന്നാൽ ഒരുവനുണ്ട്, അവൻ നമ്മെ വാഗ്ദത്ത പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ നായകനും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരുവനാണ്. ദൈവത്തെ വെറും പുറത്തുള്ള ഒരു മതാചാരങ്ങൾക്ക് മാത്രമായി ഉള്ള ഒരുവനായി കാണരുത്. ഒരു സിസ്റ്റമുണ്ട്, അതിനനുസരിച്ച് ഒരു ആരാധന നടക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ആരാധനയിൽ പോയി പങ്കെടുത്ത് മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കുക. നോ, ദൈവം ആഗ്രഹിക്കുന്നത് പുറത്തുള്ള എക്സ്പ്രഷനോ പുറത്ത് കാണിക്കുന്ന ഘടകങ്ങളൊന്നുമല്ല. അകത്തുള്ള ഇന്റൻഷനെ വേർതിരിച്ച്, അല്ലെങ്കിൽ ചിന്തകളെയും ഭാവങ്ങളെയും വേർതിരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവവചനം, ദേഹിയെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ കഴിയുന്ന, ജോയിന്റിനെയും മാരോയെയും വേർതിരിക്കുവാൻ കഴിയുന്ന അവനോടാണ് നമുക്ക് കാര്യമുള്ളത്. ആരാണവൻ? അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ദൈവം ഉള്ളിലുള്ള സത്യാവസ്ഥയാണ് അറിയുന്നത്. ഇവിടെ എല്ലാം എക്സ്പോസ്ഡ് ആണ്, ഒന്നും അവിടെ മറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇത്രയും പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും തീവ്രതയിൽ കൊണ്ടെന്നാണോ നമുക്കിവിടെ നിർത്താൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ ആ മറ്റടുത്ത വാക്യം കൂടെ വായിച്ച് വരും ദിവസത്തിലെ ക്ലാസ്സിന് നിങ്ങൾക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് പറഞ്ഞ് വായിക്കുകയാണ്. ആകയാൽ ദൈവപുത്രനായ വേഴ്സ് 14, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞു 13 വരെ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ, പക്ഷേ വേഴ്സ് 14 പറയുകയാണ്, ആ സ്വീകാര്യം നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് അവനോടാകുന്നു കാര്യമുള്ളത്. മോശ എന്ന് പറയുന്ന ലീഡർ ജനത്തെ കൊണ്ടിറക്കിയിട്ട് വാഗ്ദത്തം കൊടുക്കാൻ കഴിഞ്ഞില്ല. പ്രോമിസിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരുവൻ കടന്നു വരേണ്ടി വന്നു. അവനെ മറ്റൊരു സക്സസർ കടന്നു വന്നാണ് അവൻ്റെ കാര്യം ചെയ്തത്. പക്ഷേ നമുക്ക് ഇത് ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ,
ഞാനിതാ പോകുന്നു, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം, നമുക്ക് ലഭിച്ച അക്സെപ്റ്റൻസ്, എത്രയോ ആളുകൾക്ക് ഈ അക്സെപ്റ്റൻസ് ഇല്ലാതിരിക്കുമ്പോൾ ദൈവം എന്നെ അംഗീകരിച്ചു. ആ അംഗീകാരത്തിനായി സ്തോത്രം. പ്രിയരെ, ഇതൊരു വലിയ ഇൻവിറ്റേഷനാണ്, ഒരു വലിയ സ്വീകാര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കിതിനെ ഇഗ്നോർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചത്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. സ്നാനപ്പെടുവാനുള്ള പ്രിയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ടല്ലോ, സ്നാനപ്പെടുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടല്ലോ, അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, ദൈവപുത്രനെ രക്ഷകനായി സ്വീകരിപ്പാൻ, കർത്താവായ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ കൊണ്ടേറ്റ് പറയുവാൻ ഈ വചന പഠനം കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവൻ ഈ ഭൂമിയിലുള്ള കോർട്ടും വിശുദ്ധ സ്ഥലവും അതിപവിത്രമായ സ്ഥലവും കഴിഞ്ഞ് കടന്നുപോയവൻ മാത്രമല്ല, അവൻ ആകാശത്തിൻ്റെ ഈ 3 ലെയറുകളെയും, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, ഈ 3 മേഖലകൾ കടന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ്. ഒരു പണ്ടത്തെ മഹാപുരോഹിതന്മാരൊക്കെ ആലയത്തിൽ പോയി പെട്ടെന്ന് മടങ്ങി വരുമ്പോൾ, ഇതാ നമുക്ക് വേണ്ടിയുള്ള മഹാപുരോഹിതൻ, അവൻ ദൈവത്തിൻ്റെ സന്നിധി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്റർസീഡിങ് ഫോർ അസ്, നമുക്ക് വേണ്ടി ഒരു ഇൻറ്റർസീഡിങ് പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മധ്യസ്ഥത നമ്മളെ ഉള്ളിൽ നടക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നമ്മൾ അറിയുന്നില്ല. ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. മറ്റൊരു ഇൻറ്റർസെഷൻ അവിടെ നടക്കുകയാണ്. നമ്മളെപ്പോലെ ഭാഗ്യമുള്ളവരാരാണ് ദൈവമക്കളെ? നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സ്വീകാര്യം നമുക്ക് മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കർത്താവേ, മോശയ്ക്ക് കഴിയാതിരുന്നതിനെ മറ്റൊരു ലീഡർ കടന്നു വന്ന് യോശുവയിലൂടെ അത് പൂർണ്ണമാക്കി. എന്നാൽ ഞങ്ങൾക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഞങ്ങളുടെ അവസ്ഥകളിൽ ഞങ്ങളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരുവൻ. ഹല്ലേലൂയ. മറ്റാരുടെയും പ്രവൃത്തി ആവശ്യമില്ലാതെ സ്വന്തം രക്തം, പഴയ നിയമത്തിലെ യാഗങ്ങളിലൊക്കെ പുരോഹിതനൊരു മൃഗത്തിന്റെ രക്തവുമായിട്ട് കടന്നു ചെന്ന് ജനത്തിന് വേണ്ടി ശുദ്ധീകരിച്ചുവെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രൻ അവന്റെ രക്തം തന്നെ ചീന്തി ഞങ്ങളെ വിടുവിച്ചു. പുറത്തുനിന്ന് ഒരു പ്രവൃത്തിയും ഇല്ലാതെ തൻ്റെ നീതിയാൽ ഞങ്ങളെ നീതീകരിച്ച നീതിക്ക് മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങക്ക്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.